ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ റെയ്ഡ്. ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. SIT സംഘത്തിന്റെ നേതൃത്വത്തിൽ. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എന്തൊക്കെയാണ് SIT പ്രധാനമായി ഈ വീട്ടിലെ സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മണിയോടുകൂടിയാണ് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം എത്തുന്നത്. എത്തിയതിനു ശേഷം പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 7 അംഗ സംഘമാണ് ഈ പത്മകുമാറിന്റെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുന്നത്. പ്രധാനമായും പത്മകുമാറിന്റെ മൊഴികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വീട്ടിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ സമാനമായ രീതിയിൽ അറസ്റ്റിലായ പ്രതികളുടെ വീട്ടിലും SIT സംഘം സമാനമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ എന്തെങ്കിലും ഈ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നു. ഒപ്പം ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പത്മകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നതായുള്ള സൂചനകളുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എല്ലാ കാര്യത്തിലും ഈ ഗൂഢാലോചന നടന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണെന്നുള്ളതാണ് SIT സംഘത്തിൽ ലഭിച്ചിട്ടുള്ള മൊഴികൾ. ഈ നേരത്തെ പത്മകുമാറിന്റെ കൂടെ തന്നെ ഈ ദേവസ്വം ബോർഡിലെ ബോർഡംഗങ്ങളായ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല എന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, അതായത് സ്വർണ്ണം പൂഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ഇവർ SIT സംഘത്തിന് നൽകിയ മൊഴികളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന. ഈ കൃത്രിമം, അതായത് ഈ ദേവസ്വം മാനുവലിലോ രജിസ്റ്ററോ ഇല്ലാത്ത കൃത്രിമം ഈ പത്മകുമാർ തന്നെ നടത്തി എന്നുള്ളതാണ് അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. നിർണായകമായ മൊഴി പത്മകുമാറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ജീവനക്കാർ കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പങ്ക് കൃത്യമായി മൊഴി ഈ അറസ്റ്റിലായ ജീവനക്കാർ മുരാരിബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള വാസു അടക്കമുള്ള ആളുകൾ മൊഴി പത്മകുമാറിനെതിരെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കാരണം കൊണ്ടാണ് ഈ പത്മകുമാറിന്റെ SIT സംഘം അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഇതെല്ലാം ഇതിന്റെ രേഖകൾ, എത്രമുള്ള ഗൂഢാലോചന നടന്ന സ്ഥലം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് SIT സംഘം ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിലെത്തി വിശദമായ ഒരു പരിശോധന നടത്തുന്നത്. എന്തായാലും രേഖകളും തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വീടുകളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ലഭിച്ചാൽ അത് നിർണായക വിവരങ്ങളായി SIT സംഘത്തിന് ലഭിക്കുകയും ചെയ്യും. പക്ഷേ 2 മാസത്തിന് മുമ്പ് തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 2 മാസത്തിന് മുമ്പ് തന്നെ ഒട്ടനവധി അവസരങ്ങൾ പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരം രേഖകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ല. അത്തരം തെളിവുകൾ ഒരുപക്ഷെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ SIT സംഘം വിശദമായ ഒരു പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, ഒരു തിരി സ്വർണം പോലും താൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള വാദമാണ് പത്മകുമാർ ഈ കേസിന്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത്. അതുകൊണ്ട് കൃത്യമായ ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുണ്ട്. എല്ലാ ഇടപെടലുകളും പത്മകുമാർ നടത്തി എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജീവനക്കാർ പത്മകുമാറിന്റെ നിർദ്ദേശത്തോടെയാണ് ജീവനക്കാർ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. വഴിവിട്ട രീതിയിലുള്ള നടപടിയിലേക്ക് ഈ ദേവസ്വം മാനുവലും രജിസ്റ്ററും ഒക്കെ കൃത്രിമം കാണിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം കൂടി ഈ മുരാരിബാബുവും എക്സിക്യൂട്ടീവ് ഓഫീസറും ഒപ്പം ഈ വാസു അടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പത്മകുമാറിന് തിരിച്ചടിയായി. അതുകൊണ്ടാണ് പത്മകുമാറിനെ SIT സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുക, റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം രേഖകൾ ഈ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും 7 അംഗ സംഘമാണ് ആറന്മുളയിലെ വീട്ടിൽ 2 ജീപ്പിലെത്തി പരിശോധന നടത്തുന്നത്. എന്തായാലും ഓരോ മുറികളിലും കൃത്യമായുള്ള രേഖകളും പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും സംഘം മടങ്ങിപ്പോയി. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.